നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ലൈഫ് ഈസ് ബ്യൂട്ടിഫുളിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സുസ്വാഗതം. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ പല എപ്പിസോഡുകളിലായി നമ്മളുടെ ചാനലിൽ കൂടി എങ്ങനെയാണ് ലഹരിക്ക് അടിമപ്പെടുന്നതെന്നും ഇങ്ങനെ ലഹരിക്ക് അടിമപ്പെട്ടു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ദൂരവ്യാപകമായ ദോഷവശങ്ങൾ എന്തൊക്കെയാണെന്നും ഒക്കെ വിശദമായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ പലരും എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എങ്ങനെ ഈ ലഹരി ഉപയോഗത്തിൽ നിന്ന് യുവജനങ്ങളെയാണല്ലോ ഇത് കൂടുതൽ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത്, കുട്ടികളെ ഉൾപ്പെടെ, കുട്ടികളെയൊക്കെ എങ്ങനെ ഇതിൽ നിന്ന് നമുക്ക് ഒഴിവാക്കാം, ഇല്ലെങ്കിൽ എങ്ങനെ അതിലേക്കുള്ള ആകർഷണം കുറയ്ക്കാം എന്നുള്ളതിനെക്കുറിച്ച് പലരും ചോദിച്ചിരുന്നു. അതിന് ഒരുപാട് വഴികളുണ്ട്. ചില വഴികളെക്കുറിച്ച് നമുക്കിന്ന് സംസാരിക്കാം. അതായത്, എല്ലാ മനുഷ്യരിലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്വഭാവവുമായി കൂടുതൽ അടുപ്പമുണ്ടായിരിക്കും. വ്യക്തികളോട് കൂടുതൽ അടുപ്പമുണ്ടായിരിക്കും. കലാപരമായ ചില കഴിവുകളോട് കൂടുതൽ അടുപ്പമുണ്ടായിരിക്കും. അത് ഓരോ വ്യക്തികളുടെ സ്വഭാവത്തെയും അവർ വളർന്നു വരുന്ന ചുറ്റുപാടിനെയും ആശ്രയിച്ചിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ചിലർക്ക് ചിലപ്പോൾ താല്പര്യം സംഗീതം കേൾക്കുന്നതായിരിക്കും. സംഗീതം കേൾക്കുന്നത് അവർക്കൊരു ലഹരി പോലെ ആയിരിക്കും. ചില ആൾക്കാരുണ്ട്, വർക്കഹോളിക്കായിട്ടുള്ള ആൾക്കാർ, ജോലി ചെയ്യുന്നത് അവർക്കൊരു ലഹരി പോലെ ആയിരിക്കും. ചില ആൾക്കാർക്ക് കുടുംബത്തെ സംരക്ഷിക്കുന്നത്, എന്ത് പ്രതിസന്ധികളിലും കുടുംബത്തോടൊപ്പം നിൽക്കുന്നത് ഒരു ലഹരി പോലെ ആയിരിക്കും. ഏറ്റെടുക്കുന്ന ജോലിയിൽ പൂർണ്ണമായി ആത്മാർത്ഥതയും അത് ലഹരിയുമായി കണക്കാക്കുന്ന ആൾക്കാർ ഒട്ടനവധി നമ്മുടെ ചുറ്റുപാട് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ഇത്രയും പറഞ്ഞ ചില നല്ല ഗുണങ്ങളാണ്. മദ്യവും മയക്കുമരുന്നുമാണ് ലഹരി എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരുന്നത്. അതാണ് ഏറ്റവും ദൂഷ്യവശമുള്ള ലഹരി. അപ്പോൾ ഈ ഏതെങ്കിലും ഒരു ലഹരിയിലേക്ക് ഒരു വ്യക്തി ചെന്ന് എത്തപ്പെടണമെങ്കിൽ അതിനകത്ത് കൂടുതൽ ആകർഷകത്വം തോന്നണം. എന്തെങ്കിലും ഒരു ഫാക്ടേഴ്സ് ഈ പറയുന്ന വ്യക്തിയെ അതിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നുണ്ടാകണം. അത് സുഹൃത്ത് വലയാകാം, ഇല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ഏതെങ്കിലും ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഒരു ഒളിച്ചോട്ടത്തിൻ്റെ രീതിയിലേക്കാകാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ആ ഒരു ലഹരിയിലേക്ക് ആൾക്കാർ ചെന്നെത്തുകയും അതിന് അടിമപ്പെടുകയും ചെയ്യാറുണ്ട്. നമുക്ക് പ്രധാനമായിട്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മളുടെ ഭാവി തലമുറയെ, നമ്മുടെ കുട്ടികളെ കൂടുതൽ സമയം ഒറ്റപ്പെട്ട രീതിയിൽ ഇരിക്കുവാനോ, ഒറ്റപ്പെട്ട രീതിയിൽ ചിന്തിക്കുവാനോ, ഒറ്റപ്പെട്ട രീതിയിൽ നടക്കുവാനോ അനുവദിക്കാതിരിക്കുക. ഉദാഹരണത്തിന്, എൻ്റെ ഒരു സുഹൃത്ത് ദുബായിൽ ഒരു വലിയ ഹോട്ടൽ ഗ്രൂപ്പിൻ്റെ ഫിനാൻഷ്യൽ ഹെഡാണ്, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറാണ്. ജോൺ വർക്കി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. വളരെ ഉയർന്ന ശമ്പളവും ഉയർന്ന പദവിയും ചില മോട്ടിവേഷൻ ക്ലാസ്സസും ഒക്കെ നടത്തുന്ന വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഒരു പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ മകനും കൂടി വണ്ടിയുടെ ടയർ മാറാൻ വേണ്ടി പോയി. ആളിനറിയാം ഏത് ടയറാണ് മാറേണ്ടതെന്ന്, ഏതാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, ഏതാണ് കൂടുതൽ മൈലേജ് തരുന്നത് എന്നൊക്കെ വ്യക്തമായി അദ്ദേഹത്തിന് അറിയാം. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ മകൻ കൂടെ ഉള്ളതുകൊണ്ട് ഈ മകന് ഒരു ടാസ്ക് കൊടുത്തു. മോനെ, നീ പോയി ഇവിടെ ഇരിക്കുന്ന എല്ലാ ടയറുകളും ഒന്ന് നോക്കി കാണുക. ആ ടയറുകളെല്ലാം നോക്കി കണ്ടതിന് ശേഷം അതിൻ്റെ വില, അതിൻ്റെ മൈലേജ്, അതിൻ്റെ സ്പെഷ്യാലിറ്റി, ഇതെല്ലാം തമ്മിൽ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തിയിട്ട് വരാൻ പറഞ്ഞു. ആ കുട്ടിക്ക് ടയറുമായിട്ട് യാതൊരു ബന്ധവുമില്ല. സാധാരണഗതിയിൽ കുട്ടികളോട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് താല്പര്യം തോന്നാറില്ല. പക്ഷെ അച്ഛൻ പറഞ്ഞതല്ലേ, കുട്ടി കേട്ടു. കുട്ടി അതെല്ലാം പോയി അതിൻ്റെ വിലയും കാര്യങ്ങളും അതും ഇതും എല്ലാം എടുത്തുകൊണ്ട് വന്നു. ലാസ്റ്റ് അച്ഛനും മോനും കൂടെ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തി. അതിനുശേഷം അവരൊരു ടയർ ഫിക്സ് ചെയ്തു. ആ ടയർ മാറി രണ്ടുപേരും കൂടെ പോയി പുറത്തുനിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് വീട്ടിലേക്ക് തിരിച്ചു പോയി. ശരിക്കും ഈ വ്യക്തിക്ക് നന്നായിട്ട് അറിയാം ഏത് ടയറായി ഇടേണ്ടതെന്നും എല്ലാം വ്യക്തമായിട്ട് അറിയാമെങ്കിലും ആ കുട്ടിക്ക് ഒരു ചെറിയ ടാസ്ക് കൊടുത്തു. അവനത് എൻജോയ് ചെയ്തു. ഒപ്പം തന്നെ ആ ഉത്തരവാദിത്വം അവൻ കാണിച്ചു. എങ്ങനെയാണ് ഒരു കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടൊരു കാര്യം ചെയ്യുന്നത്, കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതെല്ലാം അവനെ പഠിപ്പിക്കുക ചെയ്ത്. അതിൻ്റെ ആവശ്യം അവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും. അപ്പോൾ അങ്ങനെ ഓരോ കുട്ടികളെയും എൻകറേജ് ചെയ്യിക്കുക. മറിച്ച് അങ്ങനെ ടയർ മാറാൻ പോകുമ്പം കുട്ടികളുടെ സ്വന്തമായിട്ട് ഫോൺ ഉണ്ടെങ്കിൽ അവൻ ആ ഫോണിൽ ഗെയിം കളിക്കുക, അല്ലെങ്കിൽ അച്ഛൻ്റെ ഫോണേ ഉള്ളൂ എങ്കിൽ അച്ഛൻ്റെ അച്ഛാ ഫോണിങ് തന്നെ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഗെയിം കളിക്കുക. ഈ രീതിയിലേക്ക് കുട്ടികളുടെ മൈൻഡ് മാറ്റപ്പെടും. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ കുട്ടികൾ ഒരു സമയത്ത് പോലും ഒറ്റയ്ക്കിരുന്ന്
ചിന്തിക്കുകയോ അല്ലെ മറ്റേതെങ്കിലും അവന് ആവശ്യമില്ലാത്ത പ്രവർത്തികളിൽ ഏർപ്പെടുകയോ ഒറ്റപ്പെട്ടിരിക്കുകയോ ചെയ്യാത്ത രീതിയിൽ സാഹചര്യം ഉണ്ടാക്കണം. ഏതെങ്കിലും രീതിയിൽ അവനെ എൻഗേജ് ചെയ്യിക്കുവാൻ നമ്മൾ പ്രാപ്തരായിരിക്കണം. ഇതേ കണക്ക് പുറത്തു പോകുന്ന സമയത്ത് പല കാര്യങ്ങളും ഒബ്സർവ് ചെയ്ത് വിലയിരുത്താൻ, നമ്മുടെ വീട്ടിൽ കൃഷി ഉണ്ടെങ്കിൽ ആ കൃഷിയിൽ നമ്മളെ സഹായിക്കാൻ അല്ലെങ്കിൽ കൃഷിയുടെ ഉത്തരവാദിത്വം നമുക്ക് ആളിനെ ഏൽപ്പിക്കാൻ സാധിക്കും. നമ്മളുടെ വീട്ടിലെ ചെടികളെല്ലാം പരിപാലിച്ച് അത് വൃത്തിയായിട്ട് നോക്കുന്നതിന്, വീട് വൃത്തിയായി സൂക്ഷിക്കുന്നതിന്, വീടിനുള്ളിൽ കബോർഡ് കാര്യങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുന്നതിന്, വീട്ടിൽ വരുന്ന ഗസ്റ്റുകൾ വീട്ടിൽ വരുമ്പോൾ അവരുമായിട്ട് അറ്റ്ലീസ്റ്റ് ഒന്ന് സംസാരിച്ച് അവരെ ഒന്ന് പരിചയപ്പെടുന്നതിന്, നമ്മുടെ ബന്ധുക്കളെ അറിഞ്ഞിരിക്കുന്നതിന് വേണ്ടി അവരെ പാകമാക്കിയെടുക്കുക. ഫുൾ ടൈം അവൻ 7 മുതൽ 10 വരെ നിന്ന് പഠിക്കണം, അതിന് പുറത്തിറങ്ങരുതെന്നുള്ള ചിട്ടയൊന്നും വെക്കാതിരിക്കുക. അതിനിടയ്ക്ക് ഒരു ഗസ്റ്റ് വന്നെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വന്നു, ഗസ്റ്റിനെ പരിചയപ്പെട്ടു, അവർ തങ്ങളൊരു ബന്ധം ഇതാക്കി, അവരിലെ നല്ല ഗുണങ്ങളുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കാണാനും ഒക്കെ സംസാരിക്കാനും, അപ്പോൾ അവരുടെ ഒരു പ്രോത്സാഹനം, ഒരു മോട്ടിവേഷൻ ഒക്കെ കിട്ടുന്ന തരത്തിലുള്ള ഒരു ഗസ്റ്റാണ് വരുന്നതെങ്കിൽ എത്ര വലിയ ഒരു മുതൽ മുടക്കല്ലാതെ എത്ര വലിയ ഒരു കാര്യമാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ഇങ്ങനെ കുടുംബവുമായി നമ്മുടെ കുട്ടികളെ കൂടുതൽ അടുപ്പിക്കുകയും കുടുംബ ബന്ധങ്ങൾക്ക് പ്രാതിനിധ്യം കൊടുക്കുകയും കുടുംബ ബന്ധങ്ങൾ കൊണ്ട് പ്രയോജനവും ഭാവിയിൽ കെട്ടുറപ്പും ഉണ്ടാകും എന്നവർക്ക് ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ കുട്ടികളെ കൊണ്ടുവരിക. മൊബൈലിൻ്റെ അമിതമായ ഉപയോഗം ഇല്ലാതാക്കുക. ഇന്ന് നമുക്കറിയാം, 1 വയസ്സായ കുട്ടി പോലും മൊബൈൽ ഉപയോഗിക്കുന്നുള്ളതാണ്. അവന് മൊബൈൽ ഉപയോഗിക്കാനൊന്നും അറിയില്ല. പക്ഷേ അമ്മമാര് ആ കുട്ടികളെ ഭക്ഷണം കഴിപ്പിക്കുന്നതിന് ആ മൊബൈൽ കൈ കൊടുക്കും. എന്നിട്ട് ആ മൊബൈൽ നോക്കിക്കൊണ്ടായിരിക്കും കുട്ടി ഭക്ഷണം കഴിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരമ്മ ആനയെ വർണ്ണിച്ചുകൊണ്ടുള്ളൊരു പാട്ട് പാടിക്കൊണ്ട് ഒരു കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ സത്യത്തിൽ നിന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് ആ അമ്മയ്ക്കൊരു സല്യൂട്ട് കൊടുത്താൽ കൊള്ളാം എന്ന് തോന്നി. അങ്ങനെയുള്ള എത്ര അമ്മമാരെ നമുക്കിന്ന് കാണാൻ സാധിക്കും. വളരെ സിമ്പിളായി ഒരു മൊബൈൽ കൈ കൊടുത്തുകൊണ്ട് അവന് ഭക്ഷണം കൊടുക്കുന്ന അമ്മമാർ മാത്രമായിരിക്കും 99% ഇന്നത്തെ ഒരു ലോകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 60% പെൺകുട്ടികളിലും 45% ആൺകുട്ടികളിലും ഉറക്കമില്ലായ്മയും അതുവഴി ഉണ്ടാകുന്ന പല രോഗങ്ങൾക്കും കാരണമാകുന്നത് മൊബൈലിൻ്റെ അധിക ഉപയോഗം കൊണ്ടാണ് എന്ന് പഠനങ്ങളിൽ തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് ഇന്ന് നമുക്കറിയാം, ഒരു 5 വയസ്സ് മുതലുള്ള ചില കുട്ടികൾ കണ്ണട വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു സാഹചര്യം. നമ്മളാരും ജനിച്ചു വീഴുന്ന സമയത്ത് ഈ മൊബൈൽ എന്ന് പറയുന്നത് നമ്മുടെ ഭാഗ്യത്തിനോ ദൗർഭാഗ്യത്തിനോ കണ്ടുപിടിക്കപ്പെട്ടില്ലായിരുന്നു. പക്ഷെ അത് കണ്ടുപിടിച്ചതുകൊണ്ട് ഇപ്പോഴത്തെ കുട്ടികളെല്ലാം തന്നെ ജനിക്കുമ്പോൾ തന്നെ മൊബൈലിലേക്ക് തിരിയുകയാണ്, ഇല്ലെങ്കിൽ തിരിക്കുകയാണ്. എളുപ്പ വഴിയിൽ ഒരു കാർട്ടൂൺ കാണിച്ചുകൊണ്ട് ഭക്ഷണം കൊടുക്കുക. അവൻ്റെ ശരീരത്തിലെ എല്ലാ കോശങ്ങൾക്കും ക്ഷതമേൽക്കത്തക്ക രീതിയിൽ, കോശങ്ങൾ നശിച്ചു പോകത്തക്ക രീതിയിൽ ഹൈ റേഡിയേഷൻ ഈ ശരീരത്തിൽ തട്ടുന്നുണ്ട് എന്നുള്ള വിവരം പോലും പ്രിയപ്പെട്ട മാതാപിതാക്കൾ മറന്നു പോകുന്നുണ്ട്. അപ്പം കുട്ടികൾക്ക് കുറച്ചു നേരം അവർ ഇങ്ങനെ പറയും, എനിക്ക് മൊബൈൽ വേണം, എന്നാൽ കരച്ചിൽ നിർത്ത് എന്നും പറഞ്ഞ് ലാസ്റ്റ് മൊബൈൽ കൊടുക്കും. കരച്ചിൽ നിർത്തും, മൊബൈൽ കൊടുക്കും. ഒരു പ്രാവശ്യം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈമും അതേ രീതിയിൽ തന്നെ ഈ മൊബൈൽ ചോദിച്ചുകൊണ്ടിരിക്കും. ഇതൊരു പ്രാക്ടീസായി മാറിയിരിക്കും, ഒരു ഹാബിറ്റായി മാറിയിരിക്കും. അപ്പം തുടക്കം മുതൽ തന്നെ മൊബൈലിൻ്റെ അമിതമായ ഉപയോഗം കുട്ടികളിൽ കുറയ്ക്കുക. പഠനത്തിന് വേണ്ടി സ്കൂളിൽ നിന്ന് എന്തെങ്കിലും ഒരു മൊബൈലിൻ്റെ ഉപയോഗം തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉപയോഗം കഴിയുമ്പോൾ അത് തിരിച്ചു വാങ്ങാൻ ഉള്ള ഒരു സാമർഥ്യം, നമ്മളത് നിരീക്ഷിക്കാനും അത് തിരിച്ചു വാങ്ങാനുള്ള സാമർഥ്യം നമ്മൾ ഉണ്ടായിരിക്കണം, രക്ഷകർത്താക്കൾ ഉണ്ടായിരിക്കണം. ഈ മൊബൈലിൻ്റെ സ്ഥാനത്ത് ഒരു ചെറിയ ലാപ്ടോപ്പോ അതല്ലെങ്കിൽ ഒരു ചെറിയൊരു ഡെസ്ക്ടോപ്പോ നമ്മൾ അവർക്ക് വാങ്ങിക്കൊടുക്കൂ. ഇവർക്ക് ഈ വരുന്ന കാര്യങ്ങളെല്ലാം തന്നെ കുറച്ചുകൂടെ കണ്ണിന് ആയാസമില്ലാതെ പഠിക്കുവാൻ സാധിക്കും. പിന്നെ അവരുടെ പഠനമുറിയിൽ അവർ ഒറ്റയ്ക്കിരുന്ന് പഠിക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അത്യാവശ്യം അവിടെ പോയി അവർക്കൊരു ജ്യൂസ് കൊടുക്കാനോ, അവർ കോഫി കുടിക്കുന്നവരാണെങ്കിൽ ഒരു ചെറിയ കോഫി കൊടുക്കാനോ, കണ്ടമാനം അത് പ്രോത്സാഹിപ്പിക്കരുത്. കോഫിയും ടീയോ ഒന്നും കണ്ടമാനം പ്രോത്സാഹിപ്പിക്കരുത്. ജ്യൂസോ കോഫിയോ ടീയോ നമ്മൾ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. അവരുടെ കൂടെ കുറച്ച് നേരം ഇരിക്കുക, അവരെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക. അവരവിടെ നിന്ന് പഠിക്കുകയാണെങ്കിൽ നമ്മളുടെ കയ്യിലൊരു പുസ്തകം ഉണ്ടെങ്കിൽ നമുക്കും അവരുടെ കൂടെ നിന്ന് വായിക്കാം. അവരുടെ ഡോറുകൾ എപ്പോഴും അകത്തുനിന്ന് ലോക്ക് ചെയ്യപ്പെടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇന്നത്തെ മര്യാദകൾ കാണിച്ച് നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ ഡോറിലൊന്ന് നോക്ക് ചെയ്ത് കയറുന്നത് തെറ്റില്ല. പക്ഷേ ഡോറ് ലോക്ക് ചെയ്ത് ഫുൾ ടൈം അതിനകത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരരുത്. പിന്നെ ലോകത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത് കുട്ടികളുടെ അമ്മയാണ്. കുട്ടിയുടെ മുഖം ഒന്ന് വാടിയാൽ അമ്മയ്ക്ക് മനസ്സിലാകും. അങ്ങനെ എല്ലാ ദിവസവും അച്ഛനും അമ്മയും കുട്ടികളുടെ മുഖത്ത് നോക്കി അവരെ ശ്രദ്ധിച്ച് അവരുടെ സന്തോഷം നമ്മളുടെ സന്തോഷമാക്കി മാറ്റിക്കൊണ്ട് നമ്മളുടെ സന്തോഷം അവരുടെ സന്തോഷമാക്കി പകർന്നുകൊണ്ട് കെട്ടുറപ്പായിട്ട് മുന്നോട്ട് പോവുകയെങ്കിൽ കൊച്ചു കുട്ടികളിൽ ഇങ്ങനെയുള്ള ദൗർഭാഗ്യകരമായ ഒരു അഡിക്ഷനിലേക്ക് ഇല്ലെങ്കിൽ ദൗർഭാഗ്യകരമായ ഒരു ലഹരിയിലേക്ക് പോകില്ല. മറിച്ച് നല്ല ഗുണങ്ങൾ അവരുടെ ലഹരിയായി മാറും.
നല്ല ഗുണങ്ങൾ മീൻസ് ഈശ്വരഭക്തി ഉണ്ടാകാം, സംഗീതത്തിലുള്ള സ്നേഹം ഉണ്ടാകാം, പഠനം ലഹരിയായി മാറാം, കണക്ക് ലഹരിയായി മാറാം, ചില സബ്ജക്റ്റുകൾ അവരുടെ ലഹരിയായി മാറാം, വാർത്താ പ്രാധാന്യമുള്ള അല്ലെങ്കിൽ കണ്ടുപിടുത്തങ്ങൾ അവരുടെ ലഹരിയായി മാറാം. അങ്ങനെ സമൂഹത്തിനാവശ്യമുള്ള കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ഒക്കെ അവരുടെ ലഹരിയായി മാറാം. അങ്ങനെ സമൂഹത്തിനും കുടുംബത്തിനും അവരുടെ വ്യക്തിപരമായ വളർച്ചയ്ക്കും ആവശ്യമുള്ള ഏതെങ്കിലും അവരുടെ വസ്തു അവരുടെ ലഹരിയാക്കി മാറ്റാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഈ ദുഷിച്ച ലഹരിയിൽ നിന്ന് നമ്മളുടെ കുട്ടികളെ മാക്സിമം നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കും എന്നുള്ളതാണ് ഒരു വീക്ഷണത്തിൽ കൂടെ എനിക്ക് പറയാനുള്ളത്. മറ്റു പല വീക്ഷണങ്ങളും ഇതിനകത്തുണ്ട്. അതുമായിട്ട് വീണ്ടും കാണാം. ഇതുവരെ എന്നെ ശ്രദ്ധിച്ച, എന്നെ കേട്ട എല്ലാവർക്കും നമസ്കാരം.